ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസേ ഒരാൾ എനിക്ക് യൂട്യൂബിൽ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 1000 മണി ജപമാലയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ എങ്ങനെയാണ് ഈ 1000 മണി ജപമാല ചൊല്ലിയിട്ടുള്ളത് എന്ന് നിങ്ങളോടൊന്ന് പറയാം. ഒക്ടോബർ മാസം ജപമാല മാസമായിരുന്നുവല്ലോ. അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു 1000 മണി ജപമാല ചൊല്ലണമെന്ന്. ഒറ്റ ദിവസം കൊണ്ട് ചൊല്ലണമെന്നൊക്കെ കരുതിയാണ് ഞാൻ രാവിലെ മുതലിരുന്ന് ജപമാല ചൊല്ലാൻ തുടങ്ങി. പക്ഷെ എനിക്കൊരു ദിവസം കൊണ്ട് അത് ചൊല്ലി പൂർത്തിയാക്കാൻ പറ്റിയില്ല. 2 ദിവസം എടുത്താണ് ഞാൻ ഈ ജപമാല ചൊല്ലി പൂർത്തിയാക്കിയത്. എൻ്റെ ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചൊല്ലിയത്. മാതാവ് എനിക്കത് സാധിച്ചു തരികയും ചെയ്തു. നമുക്ക് എന്തെങ്കിലും പ്രത്യേക നിയോഗമൊക്കെ ഉള്ളപ്പോൾ ആ നിയോഗം എത്രയും വേഗം സാധിച്ചു കിട്ടാനായിട്ട് ഈ 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മതി. അമ്മ അത് ഈശോയോട് പറഞ്ഞ് നമുക്ക് സാധിച്ചു തരും. 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും സാധിച്ചു കിട്ടുമെന്നാണ് പ്രാർത്ഥിച്ചവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത്രമേൽ ശക്തമാണ് ഈ ഒരു പ്രാർത്ഥന. ഇനി ഇതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾ ത്രിത്വസ്തുതി ചൊല്ലി തുടങ്ങുക. ത്രിത്വസ്തുതി എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. അതാണ് ത്രിത്വസ്തുതി. അത് ചൊല്ലി വേണം നമ്മൾ ആദ്യത്തെ തുടങ്ങേണ്ടത്. പിന്നെ വിശ്വാസ പ്രമാണമാണ് ചൊല്ലേണ്ടത്. അതും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വിശ്വാസ പ്രമാണം. അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക. നമുക്കറിയാം ജപമാലയിൽ എത്ര രഹസ്യങ്ങളാണുള്ളത്? 4 രഹസ്യങ്ങളാണുള്ളത് അല്ലേ? സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യം, പ്രകാശത്തിൻ്റെ ദിവ്യരഹസ്യം, ദുഃഖത്തിൻ്റെ, പിന്നെ മഹിമയുടെ, അങ്ങനെ 4 രഹസ്യങ്ങളാണുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലിക്കൊണ്ട് വേണം തുടങ്ങാനായിട്ട്. ഓർഡർ ഞാൻ ഒന്നുകൂടെ പറയാം. ത്രിത്വസ്തുതി ചൊല്ലുക, പിന്നെ വിശ്വാസ പ്രമാണം, അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവേ, പിന്നെ സന്തോഷത്തിൻ്റെ രഹസ്യത്തിലേക്ക് കടക്കുകയാണ്. സന്തോഷത്തിൻ്റെ 1-ാം രഹസ്യം ചൊല്ലുക. പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചുവെന്ന് ധ്യാനിക്കുക. 1-ാം രഹസ്യം ചൊല്ലി നിങ്ങൾ ഒരു സ്വർഗസ്ഥനായ പിതാവേയും, പിന്നെ ചൊല്ലേണ്ടത് 50 നന്മ നിറഞ്ഞ മറിയമാണ്. സാധാരണ നമ്മൾ എങ്ങനെയാണ് ചൊല്ലാറുള്ളത്? സന്തോഷത്തിൻ്റെ 1-ാം രഹസ്യം ചൊല്ലി ഒരു സ്വർഗസ്ഥനായ പിതാവേയും 10 നന്മ നിറഞ്ഞ മറിയും ത്രിത്വസ്തുതിയുമാണ് സാധാരണ ജപമാലയിൽ നമ്മൾ ചൊല്ലുന്നത്. എന്നാൽ ഈ 1000 മണി ജപമാലയിൽ നമ്മൾ ചൊല്ലേണ്ടത് 1-ാം രഹസ്യം ചൊല്ലിയതിന് ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവേ, പിന്നെ 50 നന്മ നിറഞ്ഞ മറിയും ചൊല്ലുക. അതിനുശേഷം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇങ്ങനെയാണ് ചൊല്ലേണ്ടത്. വീണ്ടും സന്തോഷത്തിൻ്റെ 2-ാം രഹസ്യം ചൊല്ലുക. പരിശുദ്ധ ദൈവമാതാവ് ഏലീശ ഗർഭിണിയായി വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസം വരെ അവർക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കുക. 2-ാം രഹസ്യം ചൊല്ലിയതിന് ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവേ, 50 നന്മ നിറഞ്ഞ മറിയം. ഇങ്ങനെ അതിനുശേഷം 50 നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയതിന് ശേഷം പിതാവിനും പുത്രനും. ഇങ്ങനെ സന്തോഷത്തിൻ്റെ രഹസ്യം മുഴുവൻ നിങ്ങൾ ചൊല്ലിത്തീരുമ്പോൾ 250 നന്മ നിറഞ്ഞ മറിയം നിങ്ങൾ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? ഇതുപോലെ തന്നെയാണ് പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെയും രഹസ്യങ്ങൾ നിങ്ങൾ ചൊല്ലേണ്ടത്. ഇവ 4ഉം നിങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ 1000 നന്മ നിറഞ്ഞ മറിയം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഓരോ രഹസ്യവും ചൊല്ലി പൂർത്തിയാക്കുമ്പോൾ 250 നന്മ നിറഞ്ഞ മറിയം വെച്ച് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടാകും. അങ്ങനെ 4 രഹസ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1000 നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി തീർന്നിട്ടുണ്ടാകും. ഇതാണ് അഖണ്ഡ ജപമാല എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചൊല്ലാറുള്ളത്. ഇനി ചേച്ചിമാർക്കൊക്കെ, എൻ്റെ വീഡിയോ കാണുന്ന ചേച്ചിമാർക്കൊക്കെ ഇതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയാമെങ്കിൽ, അല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലാണ് ഇത് ചൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് എഴുതിയിടണം കേട്ടോ. എനിക്കും അപ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കാമല്ലോ. എനിക്കറിയാവുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് ഈ ജപമാല 1000 മണി ജപമാല ചൊല്ലാറുള്ളത്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഉറപ്പ് തരാം,
നിങ്ങളുടെ നിയോഗങ്ങൾ അതെത്ര പ്രയാസമേറിയതുമാകട്ടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് ജപമാല കൈകളിലെടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചേ. അമ്മ നിയോഗത്തിൻ്റെ മേൽ ഇടപെടും. ഈശോയോട് പറയും, ഈശോയോട് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കും. നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടേറിയ കാര്യമാണെങ്കിലും നിങ്ങൾ 1000 മണി ജപമാലയിൽ അതൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. ഈശോ അത് ഏറ്റെടുക്കും.